ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു കിടുവായിട്ടാ. നിങ്ങൾ ഈ പ്ലെയിൻ കളേഴ്സ് ഒക്കെ കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ എല്ലാവരും എന്നാലും ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി പേർക്ക് ആവശ്യമായ ഒരു സംഭവം ക്രേപ്പ് ലൈനിങ്. അപ്പോൾ ക്രേപ്പ് ലൈനിങ് ചോദിക്കാറുണ്ട് ഒത്തിരി പേര്. ഇത് അമേരിക്കൻ ക്രേപ്പ് എന്ന് പറഞ്ഞ സംഭവം. ഇത് നമ്മൾ ജോർജറ്റ് അങ്ങനത്തെ ഫാൻസി ടൈപ്പിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിലര് കോട്ടണും വെക്കാറുണ്ട്. കാരണം കോട്ടന്റെ ആ ഒരു സുഖം പോവും. പക്ഷേ ഒരു ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന്. ഇനി അല്ലാതെ ചിലർ ഇത് ബോട്ടം ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ. അപ്പോൾ ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ നമ്മളെ പോപ്ലിൻ മെറ്റീരിയലിന്റെ വീഡിയോ ചെയ്യാനുണ്ട്. സാറ്റിൻ കോട്ടൺ ഇത് ഇവിടെ ഇരിപ്പുണ്ട് കളേഴ്സ്. ഞാനിത് എടുത്തിട്ട് ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം ട്ടോ. ഇതെല്ലാം നമ്മുടെ സാറ്റിൻ കോട്ടണിലെ പ്ലെയിൻ കളേഴ്സ് ആണ്. അതിന്റെ ഒരു വീഡിയോ ഇനി ഞാനത് എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് കുറച്ചുകൂടെ ഒരു സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ അതിൽ കണ്ടു ചില ബണ്ടിലൊക്കെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാത്തത്. പോപ്ലിന്റെ വീഡിയോ ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യാം ട്ടോ. അപ്പോൾ ഈ അടുപ്പിച്ച് പ്ലെയിൻ ചെയ്താൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രേപ്പ് ലൈനിങ്ങിൽ കളേഴ്സ് കാണാം. കളേഴ്സൊക്കെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്പറൊന്നും ഇട്ടിട്ടില്ല. അത് നിങ്ങൾ ഏകദേശം കളർ നോക്കി വ്യക്തമായി സ്ക്രീൻഷോട്ട് അയക്കുക. അത് അങ്ങനെ വരുന്നു. ഇതാ ഒരു യെല്ലോയുടെ ഷെയ്ഡുകളാണേ. ഇനി വരുന്നു ഇതാ ഒരു എന്താ പറയുക, ഒരു ന്യൂഡ് പിങ്ക്, ഒരു എന്താ പറയുക, ഒരു ആ സുന്ദരി കളർ കോഫി ബ്രൗൺ കളർ അങ്ങനെ. ഇനി റെഡ് ആൻഡ് പിങ്ക് ഫാമിലിയാണ് കേട്ടോ അടുത്ത കാണാൻ പോകുന്നത്. അതിൽ ഈ ഓറഞ്ച് കലർന്ന റെഡ് ഇങ്ങനെ വരുന്നു. ഇനി അതിൽ ഒരു മെറൂണിഷ് റെഡ്. ഇതെല്ലാം ക്രേപ്പ് ലൈനിങ് 40 റുപ്പീസ് പെർ മീറ്റർ. 40 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ് നോക്കിയിരുന്നവരും ഇനി ബോട്ടം ചെയ്യാനൊക്കെ നോക്കുന്നവരും ഒക്കെ വാങ്ങിക്കോളൂ കേട്ടോ. അതൊരു പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഇനി റാണി പിങ്കും മജന്തയും രണ്ടും തമ്മിൽ ഇതുണ്ടോ ഇത്രയും, ഇത് 1 2 ഇങ്ങനെ രണ്ടും കൂടെ വിട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ അവർക്ക് നോക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനെ വരുന്നു. ഇതാ ഒരു ബ്രൈറ്റ് പീച്ച് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ഇനി ഒരു പീച്ച് ആൻഡ് പിങ്ക് ഫാമിലിയിൽ വരുമ്പോൾ അതെങ്ങനെ കണ്ടോ, ഒരു ഒനിയൻ പിങ്കിലേക്ക് വരുമ്പോൾ അതെങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു അത്. ഇനി വരുന്നത് ലൈറ്റ് പിങ്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക്, ബേബി പിങ്ക് അല്ല, അതിനേക്കാൾ ഒരു പൊടിക്ക് ഡാർക്കായ പിങ്ക് കേട്ടോ. ഇനി വരുന്നത് കണ്ടോ, നമ്മളൊരു ലൈറ്റ് ലാവൻഡർ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇതിനെന്താ പേര് പറയുക? ദീപ, തിരിച്ച് ദീപയാണ് നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ ദീപനെ കാണിച്ചെടുത്തേ. ഓൺലൈനിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, പിടിച്ചോ. ഇത് വരുന്നു. ഇത് നമ്മളൊരു ലൈറ്റ് ഓനിയൻ പിങ്ക് വരും. ഇതൊരു ലൈലാക്ക്, പേര് പറഞ്ഞിരുന്നത് ഈ കളർ കേട്ടോ. എല്ലാം സുന്ദരി കളേഴ്സ്. സ്റ്റിക്കർ വരുന്ന ഭാഗം ഇങ്ങനെ വരണേ, ഇങ്ങനെ വരും അതങ്ങനെ. ഇനി നമ്മൾ ഒരു ഓഫ് വൈറ്റ്, ബെയ്ജ്, ചിക്കു ആ ഒരു ഫാമിലി പെട്ടവരും വൈറ്റ് ബ്ലാക്കിലേക്ക് എത്തുന്ന രീതിയിൽ ഈ ഒരു കളർ കണ്ടോ, ഒരു ഡാർക്ക് ചിക്കു എന്നൊക്കെ പറയുന്ന കളർ. ഈ കളറ് അതിൻ്റെ ലൈറ്റ്, ഇത് നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് വ്യത്യാസം. ഇത് കണ്ടോ, ഈ ഒരു 3 കളർ. അപ്പോൾ ഇവരെ കുഴക്കാതെ ഓർഡർ എടുക്കണം കേട്ടോ. ഓർഡർ പറയണേ. ഇത് കണ്ടോ 1 2 3 ഇങ്ങനെ കുറച്ചിട്ടില്ല. ഇനി വരുന്നത് കണ്ടോ, ഇതിലിങ്ങനെ, ഇതാണ് ക്രീം കളറാണ് കേട്ടോ, ഓഫ് വൈറ്റ് അല്ല, ക്രീമാണേ. ഇനി ഇതാ വൈറ്റ്, ക്ലിയർ അല്ലേ? വൈറ്റ് ഞാൻ പീക്കോക്കൊക്കെ എത്തുമ്പോളാ. ഇനി ബ്ലാക്ക്. ഞങ്ങളൊന്ന് കട്ട് ചെയ്ത് സ്ഥലം ഉണ്ടാക്കട്ടെ. നമുക്ക് മെല്ലെ ഗ്രീൻ ഫാമിലിയിലേക്ക് കിടക്കാം. എൻ്റെ പേസ്റ്റൽ ഗ്രീൻ എത്തി. ആ ഗ്രീൻ കളറിൽ ഇവിടെ കുർത്തി ഉണ്ട് കേട്ടോ. അത് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. നെക്സ്റ്റ് വരുന്നു ഇതൊരു ലൈറ്റ് പാരറ്റ് ഗ്രീൻ. ഇത് ബോട്ടിൽ ഗ്രീൻ. അപ്പോൾ ഇതെന്താ, ഒലിവ് ഗ്രീൻ. ഒലിവ് ഒരു യെല്ലോ ടച്ച് വരുന്ന ഗ്രീൻ. ഇത് അതിൻ്റെ ലൈറ്റ്. ഇത് ആ ഗ്രീൻ ഫാമിലിയിൽ നിന്ന് വേറിട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രീൻ. ഇത് മിലിറ്ററി ഗ്രീൻ. അപ്പം ഇനി കുറേ ഉണ്ട്. അപ്പം ഇതെന്ത് ഗ്രീൻ? ഇത് ലീഫ് ഗ്രീൻ. ഇത് തളിരലയാണ്, അത് മറ്റത് മൂത്തലയായിരുന്നു. ഇതും ഒരു ഗ്രീൻ. ഈ പീക്കോ ഗ്രീൻ അറിയണ്ടാവില്ല അല്ലേ, കളറ് മറന്നുണ്ടോ? പീക്കോക്ക് ഗ്രീൻ ഫാമിലി പെട്ടത്. ഇത് പീക്കോക്ക് ബ്ലൂ. ഇത് കണ്ടോ, ഈ ഒരു ഗ്രീനും ഈ ഒരു ഗ്രീൻ കണ്ടോ, ഇത് ലൈറ്റ് ഡാർക്ക് കണ്ടോ, അത്രയും വ്യത്യാസം. ഇനി നമ്മൾ അങ്ങനെ ബ്ലൂ ഫാമിലിയിലേക്ക് എത്തി. റോയൽ ബ്ലൂ, നിയോൺ ബ്ലൂ, പിന്നെ പഠിപ്പിച്ചെന്ന പേര്, നേവി ബ്ലൂ, ഇതൊരു വയലറ്റ് കലർന്ന ബ്ലൂ, ഇതൊരു ഗ്രേ, ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ. അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങിൽ ഇഷ്ടം പോലെ കളേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്നും മാർക്ക് ചെയ്ത് വിടാതെ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കണേ വേണ്ടവർ. അപ്പോൾ ഇതിൻ്റെ യൂസസ് മനസ്സിലായില്ലേ? നമ്മൾ നോർമലി ലൈനിങ് പർപ്പസിനാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത കളേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ചിലർ ബോട്ടം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്രയായിരുന്നു ഈ ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ പോപ്ലിൻ്റെ വീഡിയോയും ചെയ്യാം കേട്ടോ.